all. അപ്പോൾ നമ്മുടെ +2 ഓണം എക്സാം ആയില്ലേ, നമ്മുടെ ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. അപ്പോ നമ്മുടെ എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഇൻഫോർമൽ ലെറ്റർ. അപ്പൊ ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വിത്ത് സാമ്പിൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ഇസ്, അതിന്റെ പേര് തന്നെ വായിച്ചു നോക്കുക. ഇറ്റ്സ് ആൻ ഇൻഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്റർ ആവുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈസ് ദ ലാംഗ്വേജ് ദാറ്റ് യു യൂസ്. ആ ലാംഗ്വേജ് ഇൻഫോർമൽ ആണെങ്കിൽ നിങ്ങളുടെ എന്തായാലും 1 മാർക്ക് നിങ്ങളുടെ ലാംഗ്വേജിന് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് ആൻ ഇൻഫോർമൽ ലാംഗ്വേജ് ഇൻ ആൻ ഇൻഫോർമൽ ലെറ്റർ. അപ്പൊ എന്താണ് ഒരു ഇൻഫോർമൽ ലെറ്റർ? ദ കൈൻഡ് ഓഫ് ലെറ്റർ ദാറ്റ് യു റൈറ്റ് ഫോർ യുവർ ഫേവറേറ്റ് പീപ്പിൾ അല്ലേ, ഫോർ യുവർ ഫാമിലി, ഫോർ യുവർ ഫ്രണ്ട്സ്, ഫോർ യുവർ റിലേറ്റീവ്സ്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി എഴുതുന്ന ലെറ്റർ, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ് എന്ത് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫോർമൽ ലെറ്ററിൽ യു ഹാവ് ടു ഗിവ് ദ സെന്റേഴ്സ് അഡ്രസ്, ഡേറ്റ്, സാല്യൂട്ടേഷൻ, ബോഡി ഓഫ് ദ ലെറ്റർ, കോംപ്ലിമെന്ററി ക്ലോസ്. അതോടെ നമ്മുടെ ഇൻഫോർമൽ ലെറ്റർ കഴിഞ്ഞു. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുത്തു? നമ്മൾ സെന്ററിന്റെ അഡ്രസ് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ സെന്റേഴ്സ് അഡ്രസ് കൊടുത്തു. സെന്റേഴ്സ് അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒരു ലൈൻ എങ്കിലും വിടാം. എന്തിനാണെന്നറിയോ? വൈറ്റ് സ്പേസിനാണ്. നിങ്ങളുടെ ലെറ്റർ ക്രാംഡ് ആവുമ്പോ ആ ഒരു ഫോർമാറ്റില് ആ ഡിഫറെന്റ് അഡ്രസ്സിന്റെ ഒന്നും ഡിഫറൻസ് അതിൽ മനസ്സിലാവില്ല. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ലീവ് ഇനഫ് വൈറ്റ് സ്പേസ്. ഓക്കെ, അപ്പോ ആ ഒരു ലൈൻ അവിടെ വിടാം. ആൻഡ് ദെൻ ഗിവ് ദ ഡേറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡേറ്റ് കൊടുത്തു. ഡേറ്റ് കൊടുത്തതിന് ശേഷം ഗിവ് ദി സാല്യൂട്ടേഷൻ അല്ലെ. അപ്പൊ നമ്മൾ സാല്യൂട്ടേഷൻ കൊടുത്തു. എന്താ നമ്മൾ പറഞ്ഞത്? ഡിയർ നിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാല്യൂട്ടേഷൻ കൊടുത്തു. സാല്യൂട്ടേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഹോപ്പ് യു ആർ ഫൈൻ. ഇത് ഹോപ്പ് യു fine ആണ്. Hope you are fine. How is your mom and dad? What about your brother? I miss you here a lot. I hope you are doing great. I am writing this letter to tell you about my weekend plans. Okay, അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് ഒരു പാരഗ്രാഫില് യു ആർ എക്സ്പ്ലോറിംഗ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദി റിസീവർ അല്ലെ. നിങ്ങളും ആ റിസീവറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ഇമോഷൻസ് ആണ് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പൊ അവരോട് ചോദിക്കാണ്, സുഖമായിരിക്കുന്നോ, ഇവിടെ എല്ലാവരും അടിപൊളിയായിരിക്കുന്നു, അവിടെ എല്ലാം സെറ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കാം. പിന്നെ ടെൽ ദം വൈ ആർ യു റൈറ്റിംഗ് ദിസ് ലെറ്റർ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഇൻഫോർമൽ ലെറ്ററിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് യു ഹാവ് ടു എക്സ്പ്ലെയിൻ എന്തിനു വേണ്ടിയിട്ടാണ് ആ ലെറ്റർ എഴുതിയത്, എന്തൊക്കെയാണ് ആ ഇവന്റ്, ആ മെയിൻ കോണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ അതിനെ എൻഡ് ചെയ്യണം അല്ലെ. അതിനെ നിങ്ങൾ എൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ? ഇതേപോലെ ഇമോഷണൽ ആയിട്ട് that you are dying to get their letter എന്നുള്ള ഒരു അവസ്ഥയിൽ വേണം നിങ്ങൾ അതിനെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലീസ് കം ആസ് it will be good to have your company എന്നൊക്കെ പറഞ്ഞ് പ്ലീസ് റൈറ്റ് ടു മീ ദ മൊമെന്റ് യു റിസീവ് ദിസ് ലെറ്റർ ഇതൊക്കെ പറയാ. നിങ്ങൾ കുറച്ച് ഡെസ്പറേറ്റ് ആണെന്നൊക്കെ കാണിക്കുക. അതിനുശേഷം അഗൈൻ ഒരു ലൈൻ വിട്ടിട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഐഷ. ഓക്കെ, ഇനി കോംപ്ലിമെന്ററി ക്ലോസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. യോസ് ലവിംഗ്ലി എന്നൊക്കെ കൊടുക്കുന്ന ആൾക്കാര് ഇങ്ങനെ കൊടുത്താൽ തെറ്റാണ്. അവിടെ എപ്പോസ്ട്രോഫി ഇല്ല. യോസ് ലവിംഗ്ലി എന്ന് ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, യോസ് ലവിംഗ്ലി അത് പറഞ്ഞിട്ട് നിങ്ങളുടെ നെയിം എന്താണോ നിങ്ങളുടെ അസൈൻഡ് ആയിട്ടുള്ള നെയിം അത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പിന്നെയും പറയുന്ന നിങ്ങൾ യൂസ് ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, ഫോർമാറ്റ് കറക്റ്റ് ആണെന്ന് ഒന്ന് കൺഫേം ചെയ്യുക, കാരണം 1 മാർക്ക് ഫോർമാറ്റിനുണ്ട്. ലാംഗ്വേജ് പ്രോപ്പർ ആണ് എന്ന് ഒന്ന് കൺഫേം ചെയ്യുക, കാരണം ലാംഗ്വേജിനും 1 മാർക്ക് ഉണ്ട്. അപ്പൊ ഓൾറെഡി 2 മാർക്സ് നിങ്ങൾക്ക് ഇതിന്റെ ബേസിസിൽ മാത്രം കിട്ടാൻ പോവാണ്. ഓക്കെ, പിന്നെ വൈറ്റ് സ്പേസ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് പാരഗ്രാഫ് ഡിവിഷൻ ഉണ്ട്, പ്രോപ്പർ ആയിട്ട് ലൈൻ വിടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ദാറ്റ് വിൽ മേക്ക് യുവർ ലെറ്റർ ലുക്ക് ഗുഡ്. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സിന് കുറച്ചൊരു സിമ്പത്തി ഉണ്ടാവും, അതുകൂടെ വർക്ക് ചെയ്യും. And that is all about informal letter. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. Which among the following is not found in an informal letter? And ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോസ് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.